വിശ്വാസികളെ, പരിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്ത എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശബത്ത് ദിനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം, കരുണയുടെ മഹത്വം, പ്രാർത്ഥനയുടെ ശക്തി എന്നിവ നമ്മെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു നമ്മെ നിയമത്തിൻ്റെ അടിമകളാക്കാതെ സ്നേഹത്തിൻ്റെ വഴിയിലേക്കാണ് നയിക്കുന്നത്. ഈ വേദഭാഗത്തിൽ നിന്ന് 3 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകാൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ശബത്ത് നിയമമോ അതോ കരുണയോ? ശിഷ്യന്മാർ വിശന്നപ്പോൾ അവർ കതിരുകൾ പറിച്ചു ഭക്ഷിച്ചു. ഫരിസേയർ നിയമം ചൂണ്ടിക്കാട്ടി കുറ്റം പറഞ്ഞു. എന്നാൽ കർത്താവ് ദാവീദിൻ്റെ ഉദാഹരണമായി അവരോട് മറുപടി പറയുന്നു. നിയമം മനുഷ്യർക്ക് വേണ്ടിയാണ്, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല. സെൻറ്റ് ജോൺ ദ ക്രിസോസ്റ്റം ഇതിനെക്കുറിച്ച് പറയുന്നത്, ദൈവം നിയമം നൽകിയത് മനുഷ്യനെ രക്ഷിക്കാനായിട്ടാണ്, അവനെ ബന്ധനാക്കുവാൻ വേണ്ടിയല്ല. സെൻറ്റ് ബേസിൽ പറയുന്നതും കരുണയില്ലാത്ത ഉപവാസം ദൈവത്തിന് പ്രിയമല്ല എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിയമങ്ങളെ കർശനമായി പാലിക്കുമ്പോൾ സഹോദരൻ്റെ കഷ്ടം മറക്കുന്നു. കർത്താവ് നമ്മോട് ചോദിക്കുന്നു, നിൻ്റെ ഹൃദയം നിയമത്തേക്കാൾ വലുതാണോ എന്ന്. ഈ സുവിശേഷത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കടന്നു വരുന്ന ചിന്ത എന്നുള്ളത്, ശബത്തിൽ രോഗശാന്തി, നന്മ ചെയ്യുക നിയമത്തിന് മുകളിലാണ് എന്ന്. ഒരു കൈ ഉണങ്ങിയ മനുഷ്യനെ കർത്താവ് ശബത്തിൽ സൗഖ്യമാക്കുന്നുണ്ട്. ശബത്തിൽ നന്മ ചെയ്യുന്നതാണോ ദോഷം ചെയ്യുന്നതാണോ ഉചിതമെന്ന് കർത്താവ് അവരോട് ചോദിക്കുന്നു. നിസായിലെ മാർ ഗ്രിഗോറിയോസ് പറയുന്നു, ദൈവത്തിൻ്റെ നിയമം ജീവനെ സംരക്ഷിക്കുന്നതാണ്, അതിനെ നശിപ്പിക്കുന്നതല്ല. അതുപോലെ തന്നെ സെൻറ്റ് എഫ്രൈം ദ സിറിയനും പറയുന്നത്, കരുണയാണ് ദൈവത്തിൻ്റെ ഹൃദയം. അതിൽ പങ്കാളികളാകുമ്പോൾ നാം ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ നിശബ്ദരാകരുത്. നന്മ ചെയ്യുവാൻ സമയം നോക്കേണ്ടത് ആവശ്യമില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വലിയതായത് സ്നേഹപ്രവൃത്തി തന്നെയാണ് എന്ന് ക്രിസ്തു തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവസാന വാക്യം 12-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ 3-ാമത്തെ ചിന്തയാണ് വരുന്നത്, പ്രാർത്ഥനയുടെ ശക്തി മലമുകളിലെ ഒരു രാത്രിയിൽ. കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് മുമ്പ് ഒരു മുഴുവൻ രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തീരുമാനങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥന അനിവാര്യമാണ് എന്ന് ക്രിസ്തു തന്നെ നമ്മളെ ഏവരെയും പഠിപ്പിക്കുകയാണ്. സെൻറ്റ് ഐസക് ദ സിറിയൻ പറയുന്നു, പ്രാർത്ഥനയാണ് ആത്മാവിൻ്റെ ആശ്വാസം, അതില്ലാതെ ആത്മാവ് മരിച്ചിരിക്കുന്നുവെന്ന്. അതോടൊപ്പം തന്നെ നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസും കൂട്ടിച്ചേർക്കുന്നു, ദൈവത്തോടുള്ള ഏകാന്തതയിൽ മനുഷ്യൻ തൻ്റെ യഥാർത്ഥ സ്വഭാവം കണ്ടെത്തുമെന്ന്. പ്രിയമുള്ളവരെ, ഈ 3 ചിന്തകളിൽ കൂടി നമ്മുടെ നോമ്പിൻ്റെ കാലഘട്ടം കൂടുതൽ മനോഹരമാക്കുവാനും ഐശ്വര്യപൂർണ്ണമാക്കുവാനും നമുക്ക് സാധ്യമായി തീരണം. 3 ഉൾചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ദൈവവുമായി സമയം ചെലവഴിക്കുക. 2, നിശബ്ദ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക. 3, ജീവിത തീരുമാനങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹമേ, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, നിയമത്തിൻ്റെ അടിമകളാകാതെ സ്നേഹത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ ഹൃദയങ്ങളെ കരുണകളാൽ നിറയ്ക്കണമേ. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്കേവർക്കും അങ്ങ് കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ.